സൈന് കോസ് ടാന് അതുമായി ബന്ധപ്പെട്ട സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാർ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, എന്നിട്ട് ഇതിലെ ബി സി എന്ന് പറയുന്ന സൈഡ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നോക്കണ, ശ്രദ്ധിച്ചു നോക്കണ. ഒരു ആംഗിൾ തന്നിട്ടുണ്ട് സാറേ. ആംഗിൾ എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത് 40 ഡിഗ്രിയാണ്. അവിടെ തന്നിരിക്കുന്ന ആംഗിളിനെ ഞാൻ എക്സ് ആക്കി എടുക്കുന്നു, അത് 40 ഡിഗ്രിയാണ്. നോക്കണ, ഈ എക്സിനെ സംബന്ധിച്ചിടത്തോളം, ഈ 40 ഡിഗ്രിയെ സംബന്ധിച്ചിടത്തോളം ബി സി എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട സൈഡ് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ആണ്. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു ബി സി. ഇനി ഒരു സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഏത് സൈഡാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഹൈപ്പോട്ടന്യൂസ് അല്ലേ? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് അല്ലേ? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡിന് പറയുന്ന പേരെന്താണ്? ഹൈപ്പോട്ടന്യൂസ്. ദാറ്റ് ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു 20 എന്നും തന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ്, എതിർവശം കർണം. ഏത് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റണോ? സൈന് കോസ് ടാൻ. സൈൻ എക്സ് ഈസ് ഈക്വൽ ടു O by H. cos x is equal to a by h. tan x is equal to O by a. tan ഉപയോഗിക്കാൻ പറ്റുമോ? ഇവിടെ ഹൈപ്പോട്ടന്യൂസ് ഇല്ല സാറേ. കോസ് ഉപയോഗിക്കാൻ പറ്റുമോ? അവിടെ ഓപ്പോസിറ്റ് ഇല്ല സാറേ. എന്നാൽ ഏത് ഉപയോഗിക്കാം? സൈൻ ഉപയോഗിക്കാം. സൈനിൽ ഓയും ഉണ്ട്, എച്ചും ഉണ്ട്. അപ്പം എന്ത് ഇക്വേഷൻ വരടാ? നോക്കിയിട്ട് പറഞ്ഞേ. സൈൻ എക്സ് ഈസ് ഈക്വൽ ടു O by h. ആരാടാ സൈൻ എക്സ്? സൈൻ എക്സ് എന്ന് പറയുന്നത് സൈൻ 40 ആണ്. ഓപ്പോസിറ്റ് ആരാ? ബി സി ബൈ ഹൈപ്പോട്ടന്യൂസ് ആരാടാ? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 20 ആണ്. ആ ബൈ 20 ഞാൻ ഈക്വലിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും? 20 ഇൻറ്റു സൈൻ 40 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സി. സൈൻ 40 ആരാടാ? സൈൻ 40 ആരാ? സൈൻ 40 എന്ന് പറയുന്നത് ഇതാ നമ്മുടെ ക്വസ്റ്റ്യനിൽ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 20 ഇൻറ്റു 0.64. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സി. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾ ആൻസർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യില്ലേ? യെസ്.